ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റിഫൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി തട്ടുകട സ്റ്റൈൽ ഗ്രീൻ പീസ് മസാലയാണ് കേട്ടോ. ബീച്ചുകളിൽ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഇന്ന് ഞാനിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. മസാല ഉണ്ടാക്കാനായിട്ട് തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ ഇത്. ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഞാനിത് സ്റ്റവിലേക്കൊരു കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രീൻ പീസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കണം കേട്ടോ. അപ്പോൾ കുക്കർ 4 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടതായിരുന്നു. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഇതാ വേവായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. 4 വിസിൽ കറക്റ്റാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഗ്രീൻ പീസൊക്കെ ഉടയാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി ഗ്രീൻ പീസിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഗ്രീൻ പീസ് ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ അവിടെ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ശേഷം എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരക പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ തോട് അതിലേക്ക് വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിൽ എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഗ്രീൻ പീസിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മസാലയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം മുട്ടയൊക്കെ ഇതാ ഒരുവിധം വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ആ മുട്ടയിലിട്ട് വേവിച്ചെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ 2 അല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ സ്മെല്ലൊന്ന് അതിൽ പിടിച്ച് കിട്ടാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അമർത്തി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഇനി ഈ ഗ്രീൻ പീസിലേക്ക് ഞാൻ ഒരു അരമുറി നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്.
അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോട് കൂടി കഴിക്കാനായിരിക്കും ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എൻ്റെ ഗ്രീൻ മസാലയുടെ റെസിപ്പി ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.